അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾ ചൈന കയ്യേറുന്നുവെന്ന വാർത്ത ശരിവച്ചുകൊണ്ട് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പണ്ടുമുതലേ ഉള്ള ഒരു വലിയ ആരോപണവും ഒരു നഗ്ന സത്യവുമാണ് ഇത് എന്ന് ഇപ്പോഴും ഉറപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അധീനതയിലുള്ള ഭാഗത്ത് ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതായിട്ടാണ് ഇപ്പോൾ ചിത്രങ്ങൾ തെളിയിക്കുന്നത്. ഇത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടേതെന്ന് ഇന്ത്യ കരുതുകയും ഇന്ത്യൻ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ചൈന പിടിമുറുക്കുന്നതായിട്ടാണ് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടേതാണെങ്കിലും 1959 മുതൽ ചൈന കൈവശം വച്ചതാണ് ഈ പ്രദേശമെന്നാണ് മറ്റൊരു വാദം. ബുള്ളറ്റുകളല്ല ബുൾഡോസറുകളാണ് ചൈനയുടെ കയ്യേറ്റത്തിൻ്റെ ഉപകരണമെന്ന് തെളിയിക്കുന്നതാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഹൈ റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇന്ത്യൻ പ്രദേശങ്ങളിലൂടെ ചൈന റോഡും മറ്റ് കെട്ടിടങ്ങളുമൊക്കെ നിർമ്മിച്ചതായിട്ടാണ് അതിൽ കാണുന്നത്. ഇഞ്ചിഞ്ചായി ഇന്ത്യൻ ഭൂമി കയ്യേറുന്ന ചൈനയുടെ പതിവ് രീതിയാണ് ഇവിടെയും വ്യക്തമാകുന്നത് എന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. ഒരു വെടി പോലും ഉതിർക്കാതെ, ഒരൊച്ച പോലും പുറത്ത് കേൾക്കാതെ മെല്ലെ മെല്ലെ റോഡുകളും പാലങ്ങളും സൈനിക ക്യാമ്പുകളും ഗ്രാമങ്ങളുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളുടെ യഥാർത്ഥ നിയന്ത്രണം അത് കൈക്കലാക്കുന്നതാണ് അവരുടെ പരമ്പരാഗതമായ രീതി. അത് തന്നെയാണ് ഇന്ത്യൻ മണ്ണിലും അവർ പ്രയോഗിക്കുന്നത്. ഇതിലൊരു ഗ്രാമം 2021 ആദ്യം ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിഞ്ഞത്. അതിന് 10 കിലോമീറ്റർ ഇപ്പുറത്തായി ഒരു വർഷം മാത്രമാണ് മറ്റൊരു ഗ്രാമം രൂപം കൊണ്ടത്. വീടുകളും സിമന്റ് നിർമ്മാണശാലകളും മുതൽ സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും 2 ഹെലിപ്പാഡുകളും ബാസ്കറ്റ്ബോൾ കോർട്ടും വരെ ഇവിടെ ഉണ്ട് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്തു പണിയെടുക്കുകയായിരുന്നു എന്ന് ചിലർ ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല. സൈനിക പിന്തുണയോടെയുള്ള സിവിലിയൻ കയ്യേറ്റമാണ് ചൈന നടത്തുന്നത്. ഇതിനോട് ചേർന്ന് ചൈനീസ് ഭാഗത്ത് ട്രക്കുകളും എക്സ്കവേറ്ററുകളും ഉൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം അരുണാചലിലെ അപ്പർ സുബാൻസിരി ജില്ലയിലെ ഒരു ഗോത്ര വിഭാഗം തങ്ങളുടെ പരമ്പരാഗത ഭൂമി ചൈനീസ് സൈന്യം ഇഞ്ചിഞ്ചായി കയ്യേറുകയും റോഡുകളും പാലങ്ങളും സൈനിക ക്യാമ്പുകളും നിർമ്മിക്കുകയും ചെയ്തതായി പരാതിപ്പെട്ടത് ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമാണ്. അതിർത്തിയിലെ ഇപ്പോഴത്തെ സ്ഥിതി സ്ഥിരമായി മാറ്റിയെഴുതാനുള്ള നിരന്തരമായ ചൈനീസ് ശ്രമമാണ് ദൃശ്യമാവുന്നത് എന്ന് സുരക്ഷാകാര്യ വിദഗ്ധൻ ബ്രഹ്മചലാനി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്ത്യൻ സൈന്യം പട്രോളിംഗ് നടത്തുന്ന പരിധിക്കപ്പുറത്താണ് ചൈനീസ് നിർമ്മാണം നടക്കുന്നതെന്നും എന്നാൽ ഈ പ്രദേശങ്ങൾക്ക് മേലുള്ള അവകാശം ഇന്ത്യ കൈവിട്ടിട്ടില്ല എന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം. ഇന്ത്യയും ചൈനയും ഔദ്യോഗികമായി അതിർത്തി നിർണയിച്ചിട്ടില്ല. അതിർത്തിയായ മക്മോഹൻ ലൈനിനെ 2 രാജ്യവും വ്യത്യസ്ത രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത്. അരുണാചൽ അതിർത്തിയിൽ ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കി ചൈനീസ് നടപടികൾക്ക് തടയിടാൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും എത്രയോ വർഷമായി ഈ സംഭവം നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സൈനികർ പൈശാചികമായി കൊല്ലപ്പെട്ടിട്ട് തന്നെ വർഷമേറെ കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ കേന്ദ്രഭരണം കാര്യക്ഷമമില്ലാത്തതുകൊണ്ടാണോ കാര്യങ്ങൾ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിപ്പോൾ തിരിച്ചറിയുകയാണ്.